ഹായ് ഹലോ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളിപ്പോൾ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലാണെങ്കിലും അതുപോലെ ഒരാളെ ഇംപ്രസ് ചെയ്യാൻ പോവുകയാണെങ്കിലും ഈ തെറ്റായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുകയുമില്ല, മറിച്ച് അയാൾ നിങ്ങളെ വിട്ടുപോകാനുള്ള ചാൻസ് കൂടുകയും ചെയ്യും. എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോഴും അതുപോലെ ഒരാളെ മറ്റ് റിലേഷൻഷിപ്പ് തുടങ്ങാൻ പോകുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. സൈക്കോളജിക്കൽ അതുപോലെ റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കഴിയുമെങ്കിൽ വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലും രേഖപ്പെടുത്തുക. ആദ്യത്തെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രഷിനെ നിങ്ങൾ അമിതമായിട്ട് ഉപദേശിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്വഭാവം നിർത്തേണ്ടതാണ്. ആ ഒരു ശീലം അവസാനിപ്പിക്കേണ്ടതാണ്. അമിതമായിട്ട് അങ്ങ് ഉപദേശിച്ചാൽ അവർക്ക് നിങ്ങളൊരു ബോറിംഗ് പേഴ്സണായിട്ട് മാറും. അതുകൊണ്ട് അമിതമായിട്ടുള്ള ഉപദേശം അവസാനിപ്പിക്കുക. നമ്മളിൽ പലർക്കും ഉപദേശം എന്ന് പറയുന്ന സാധനം ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഉപദേശിക്കുന്ന വ്യക്തിക്ക് താൻ വലിയ സംഭവമാണെന്ന് തോന്നുമെങ്കിലും ഇതൊക്കെ കേൾക്കുന്ന വ്യക്തികൾക്ക് അതത്ര അട്രാക്റ്റീവായിട്ട് തോന്നത്തില്ല. അതുകൊണ്ട് അമിതമായിട്ടുള്ള ഉപദേശം നിങ്ങൾ നിർത്തുക. ഇതാണ് ആദ്യത്തെ കാര്യം. അടുത്തതായി വരുന്ന കാര്യമാണ് അനാവശ്യമായിട്ടുള്ള ഹ്യൂമർ സെൻസ്. നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രഷ് പറയുന്ന എല്ലാ കാര്യത്തിനും കോമഡി പറയുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, ആവശ്യമില്ലാതെ ചളിയടിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതിപ്പോൾ തന്നെ അവസാനിപ്പിക്കുക. ഇതും അവർക്ക് നിങ്ങളോടുള്ള അട്രാക്ഷൻ കുറയ്ക്കുകയും അവർ നിങ്ങളെ പെട്ടെന്ന് തന്നെ ബ്രേക്കപ്പ് ആക്കാനുള്ള ചാൻസ് കൂട്ടുകയും ചെയ്യും. ഉപദേശത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അനാവശ്യമായിട്ട് ഈ ചളിയടിക്കുന്ന വ്യക്തിക്കും താൻ വലിയൊരു ഹ്യൂമർ സെൻസ് ഉള്ള ആളാണെന്നുള്ള തോന്നലുണ്ടാകും. അത് പക്ഷേ തോന്നൽ മാത്രമായിരിക്കും. പകുതി മുക്കാൽ ആളുകൾക്കും ഇത്തരം ശീലങ്ങളുണ്ടായിരിക്കും. അവരുടെ വിചാരം അമിതമായിട്ട് ഹ്യൂമർ സെൻസ് അടിക്കുകയാണെങ്കിൽ ആൾക്കാർ തങ്ങളെ ഇഷ്ടപ്പെടുമെന്നായിരിക്കും. പക്ഷേ അതങ്ങനല്ല. അതൊരു അൺഅട്രാക്റ്റീവ് പേഴ്സണാലിറ്റിയാണ്. അതുപോലെ ഏതൊരു കാര്യത്തിനും അതിൻ്റേതായ സമയമുണ്ട് എന്ന് മനസ്സിലാക്കുക. ക്ഷമയോടെ കാത്തിരിക്കാൻ പഠിക്കുക. ചില ആളുകൾ ഇന്നൊരാളെ കണ്ടു, ഓക്കെ, നാളെ ഇനി അവളോട് സംസാരിക്കണം, അല്ലെ അവരോട് സംസാരിക്കണം, മറ്റന്നാൾ ഇനി അവരുമായിട്ട് റിലേഷൻഷിപ്പിലാവണം, അതിൻ്റെ അടുത്ത ദിവസം അവരെ കല്യാണം കഴിക്കണം, കുട്ടികൾ വേണം, അങ്ങനെ കാര്യങ്ങൾ പെട്ടെന്ന് മൂവ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണ്. അത് മനസ്സിൽ കണ്ടുകൊണ്ട് അപ്രോച്ച് ചെയ്യുന്ന ആളുകളാണ്. ഇങ്ങനെ ഈ രീതിയിൽ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യം നടക്കത്തില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ക്രഷ് ആണെങ്കിലും പാർട്ട്ണർ ആണെങ്കിലും അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കേണ്ടി വരും. ആ സമയം നിങ്ങൾ അവർക്ക് കൊടുക്കുക. എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് വലിയ വലിയ അപകടങ്ങളിൽ കൊണ്ടെത്തിക്കത്തേ ഉള്ളൂ. അതുമല്ലെങ്കിൽ എങ്ങും എത്താതെ പോകത്തേ ഉള്ളൂ. അത് മനസ്സിലാക്കുക. അതുപോലെ വേറെ ചിലർ അവർ ഒരാളെ കണ്ടാൽ അവരെപ്പറ്റി വല്ലാതെ അങ്ങ് മനക്കോട്ട കിട്ടും. അതായത് അവരെ കല്യാണം കഴിക്കുന്നതും അവരിൽ കുട്ടികളുണ്ടാകുന്നതും കുട്ടികളെ സ്കൂളിൽ വിടുന്നതും വേണമെങ്കിൽ ആ കുട്ടികളുടെ കല്യാണം വരെ നടത്തി കൊടുക്കുന്നിടം വരെ ചിന്തിച്ച് മനക്കോട്ട കെട്ടുന്ന ആളുകളുണ്ട്. എന്നാൽ ഈ ആളുകൾ ഒരിക്കൽ പോലും ഇവരോട് സംസാരിക്കാനോ ഒന്ന് നോക്കാൻ പോലും ധൈര്യമില്ലാത്തവരായിരിക്കും. ഇത്തരത്തിലുള്ള സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളിതും മാറ്റിയെടുക്കുക. നിങ്ങളിങ്ങനെ മനക്കോട്ട കെട്ടുന്നതിൻ്റെ പകുതി സമയം മതി അവരോടൊന്ന് പോയി സംസാരിക്കാൻ. ഞാൻ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ അതിനു വേണ്ടി ഒന്ന് ശ്രമിക്കുകയെങ്കിലും ചെയ്യുക. തുടക്കത്തിൽ അവരോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ, അതായത് ഹ്യൂമർ സെൻസും അതുപോലെ ഉപദേശവും, ഇത് അമിതമായിട്ട് ഉപയോഗിക്കരുത്. നോർമലായിട്ട് ആദ്യം തന്നെ സംസാരിച്ച് തുടങ്ങുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.